പതിറ്റാണ്ടായി വടക്കാഞ്ചേരിയുടെ കന്നഡ വ്യാപാര രംഗത്ത് വിശ്വസ്ത സേവന പാരമ്പര്യമുള്ള ജോൺസൺ കന്നഡ വ്യാപാരം ഇപ്പോൾ ആധുനിക രീതിയിൽ നവീകരിച്ച ഷോറൂമിൽ തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ പരിശോധന, ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള സർട്ടിഫിക്കറ്റുകൾ, വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ആന്റി ഗ്ലെയർ ബ്ലൂ കട്ട് ലെൻസുകൾ കുറഞ്ഞ വിലയിൽ, ദിവസവും രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെ ക്വാളിഫൈഡ് ഒപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനം, എല്ലാവിധ ബ്രാൻഡഡ് ഫ്രെയിമുകൾ, ലെൻസുകൾ എന്നിവ കുറഞ്ഞ നിരക്കിൽ. ജോൺസൺ കന്നഡ വ്യാപാരം, ജോൺസ് ടവർ, ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി. ഫോൺ 94963474. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രളയത്തിൽ തകർന്ന പാലങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുനർനിർമ്മാണ പ്രവൃത്തികൾ നടത്തി സഞ്ചാരയോഗ്യമാക്കാൻ സ്ഥലം MLA സേവ്യർ ചിറ്റിലപ്പിള്ളിയും MP കെ രാധാകൃഷ്ണനും മുൻകൈയെടുക്കണമെന്ന് മുൻ പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മാരാത്ത് വിജയൻ ആവശ്യപ്പെട്ടു. 40 വർഷം മുമ്പ് നിർമ്മിച്ച പാലം കനത്ത മഴയിലുണ്ടായ വെള്ളപ്പാച്ചിലിൽ തകർന്ന നിലയിലാണ്. മാരാത്തുകുന്ന്, മങ്കര, തെക്കുംകര എന്നീ പ്രദേശവാസികൾക്ക് ആശുപത്രി അടക്കമുള്ള ടൗണിലേക്ക് പ്രവേശിക്കാനുള്ള പാലമാണ് തകർന്നത്. പാലം നിർമ്മിക്കാൻ നഗരസഭയിൽ പണമില്ലാത്ത പക്ഷം പൊതുമരാമത്ത് വകുപ്പ് പാലങ്ങൾ പുനർനിർമ്മിക്കണമെന്ന് മാരാത്ത് വിജയൻ ആവശ്യപ്പെട്ടു. ഈ വർഷത്തെ വെള്ളപ്പൊക്കത്തിൽ കേരളത്തിൻ്റെ പല ഭാഗത്തും നാശനഷ്ടം ഉണ്ടായ പോലെ നമ്മുടെ വടക്കാഞ്ചേരിയിലും കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ തീരെ ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു കാര്യത്തിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. മാരാത്തൂന്ന് റോഡ് എന്ന് പറയുന്ന മുനിസിപ്പൽ റോഡ് തൃശ്ശൂർ ഷൊർണൂർ റോഡിൽ ഓട്ടുപാറ ആസ്പത്രിക്കും ഉത്രാളിക്കാവിനും ഇടയിൽ നിന്നാണ് ഇടത്തോട്ട് തിരിഞ്ഞ് വാഴാണിക്ക് പോകുന്നത്. അത് വളരെയധികം വാഹനങ്ങൾ, പ്രത്യേകിച്ചും ആസ്പത്രിയിലേക്ക് വരുന്ന തെക്കുംകര, മങ്കര, വിരിപ്പാക്ക ഭാഗത്തു നിന്ന് വരുന്ന എല്ലാ ജനങ്ങളും, അതുപോലെ മാരാത്തുകുന്ന് ദേശവാസികളും ഉപയോഗിക്കുന്ന ഈ മാരാത്തുകുന്ന് പാലം വളരെയധികം അപകടാവസ്ഥയിലാണ്. സൈഡൊക്കെ ഇടിഞ്ഞു. അതുകൂടാതെ അതിൻ്റെ അടിഭാഗത്തെ ബീമൊക്കെ പൊട്ടി നിൽക്കുകയാണ്. അനേക വർഷം മുമ്പ് പണിതൊരു പാലം ഏച്ചു കൂട്ടിയിട്ടാണ് അത് വീതി കൂട്ടിയിരിക്കുന്നത്. അതിൽ കൂടെ ഇപ്പോൾ പോകുന്നത് 40, 50, 60 ടണ്ണ് ഭാരമുള്ള വലിയ ടിപ്പർ ലോറികളാണ്. ഇത് ഏത് നിമിഷവും പൊളിഞ്ഞ് താഴെ വീഴാവുന്നതാണ്. പക്ഷേ അതിൻ്റെ അധികൃതർ ആരും അതിനെ പറ്റിയിട്ടുള്ള അതിൻ്റെ യഥാർത്ഥ സ്ഥിതി മനസ്സിലാക്കിയിട്ടില്ല. പ്രധാന ന്യൂനത തന്നെ ഇത് വീതി കൂട്ടിയ പാലമാണ്. അത് തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയത്. അതുകൂടാതെ ഈ ഒറിജിനൽ പാലം പണിതത് അതിനും ഒരു 40 വർഷം മുമ്പ് പൊതുമരാമത്ത് വകുപ്പ് പണിത ഒരു കൾവട്ടായിട്ട്, ഒരു ചെറിയ കൾവട്ടായിട്ട് പണിത പാലാണ്. അത് ഉടനെ തന്നെ അതിലത്തെ വാഹന ഗതാഗതം നിയന്ത്രിക്കുകയും പൊളിച്ചു പണിത് പുതിയ പാലം പണിയാനുള്ള നടപടി വളരെ അർജൻറ്റായിട്ട് ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ തുടങ്ങണമെന്ന് അധികൃതരെ ഞാൻ ഉത്ബോധിപ്പിക്കുകയാണ്. അവർക്ക് അതിനുവേണ്ടിയുള്ള സഹായം അഭ്യർത്ഥിക്കുകയാണ് ഈ നാട്ടുകാരെന്നുള്ള നിലയ്ക്ക്. കനത്ത മഴയിലെ വെള്ളപ്പാച്ചിലിൽ വടക്കാഞ്ചേരി പുഴയ്ക്ക് കുറുകെയുള്ള കുമ്മായച്ചിറയ്ക്കും ഏറെ നാശം സംഭവിച്ചു. കുമ്മായച്ചിറയുടെ പാർശ്വഭിത്തികൾ തകർന്നു. വടക്കാഞ്ചേരി ചാലിപ്പാടം തോടിന് കുറുകെയുള്ള പാലവും തകർന്ന നിലയിലാണ്. പാലങ്ങൾ നിർമ്മിക്കാൻ ഇറിഗേഷൻ വകുപ്പ് നടപടിയെടുക്കണമെന്ന് നഗരസഭാ കൗൺസിലർ PN വൈശാഖ് ആവശ്യപ്പെട്ടു. വടക്കാഞ്ചേരിയിൽ ഉണ്ടായ മിന്നൽ പ്രളയത്തിൽ കുമ്മായച്ചിറ പരിസരത്ത് 2 സൈഡിലെയും പാർശ്വഭിത്തികൾ തകർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുമ്മായച്ചിറയ്ക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇതുപോലെ ചാലിപ്പാടം ചിറയുടെ പരിസരത്തും പാർശ്വഭിത്തികളും അതുപോലെ ചാലിപ്പാടം മേഖലയിലെ പാലത്തിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ പുഴയിലേക്ക് വരുന്ന കൈത്തോട്, ആ കൈത്തോട് അകമല ഭാഗത്തേക്കും അതുപോലെ മാരാത്തൂന്ന് ഭാഗത്തേക്കും പോകുന്ന റോഡിൻ്റെ ആ പാലത്തിൻ്റെ അടിഭാഗത്തും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പുനർനിർമ്മിക്കാൻ അഡീഷണൽ ഇറിഗേഷൻ വകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണം. അതുപോലെ തന്നെ ഈ പാർശ്വഭിത്തികൾ നിർമ്മിക്കുന്നതിൻ്റെ കൂടെ കയ്യേറ്റങ്ങൾ, വടക്കാഞ്ചേരി പുഴയിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് ആ ഭാഗം കൂടി പുഴയിലേക്ക് ആഡ് ചെയ്ത് പുഴയിലെ മണ്ണ്, ഇപ്പോൾ മണലും മണ്ണുമൊക്കെ വന്നു കൂടിയിട്ടുള്ള സ്ഥിതിയിലാണ് വടക്കാഞ്ചേരി പുഴ. അതുകൊണ്ട് ഇത് ആഴം കൂട്ടി സംരക്ഷിക്കണം. ഈ നാട്ടിലെ ജനങ്ങൾക്ക് സ്വൈരവിഹാരമായിട്ട് കിടന്നുറങ്ങാവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ അഡീഷണൽ ഇറിഗേഷൻ വകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണം. അല്ലാത്ത പക്ഷം ജനപ്രതിനിധികൾ ഉൾപ്പെടെ ബഹുജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സമരപരിപാടികൾക്ക് നേതൃത്വം നൽകാൻ ഞങ്ങൾ നിർബന്ധിതമാവുമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക്, എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Facebook
ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.